നമസ്കാരം. സുരേഷ് പട്ടാമ്പി, ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരങ്ങൾക്കെതിരെ സംഘടനയ്ക്കും ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും സംഘടനയ്ക്ക് ഒരു വെബ്സൈറ്റും അതോടൊപ്പം ഒരു മൊബൈൽ ആപ്ലിക്കേഷനും നമ്മുടെ കച്ചവടങ്ങൾ സുതാര്യമാക്കുന്നതിനും കേരളത്തിലെ മുഴുവൻ വ്യാപാരികൾക്കും ഗൂഗിളിൽ നിന്നും അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സെർച്ച് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ വിളിക്കാനും ബന്ധപ്പെടാനും അവരുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താനും ഉതകുന്ന രീതിയിൽ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ അംഗങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏണസ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയെ നമ്മൾ അതിന്റെ ഡാറ്റ എൻട്രി ബാക്കി കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവര് നിങ്ങളെ വിളിച്ചു കാണും, അതല്ലെങ്കിൽ വിളിക്കും. അതിന്റെ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അംഗങ്ങളും നിർബന്ധമായിട്ടും BDA കേരള എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നമ്മുടെ മൊബൈലിൽ വെക്കുക. അത് മുഖാന്തരം നമുക്ക് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി സംഘടനയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സാധ്യതകളും എല്ലാം പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ജയ് BDA. താങ്ക് യു. ഞാൻ സന്ദീപ്. ഏണസ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനി ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഡാറ്റ എൻട്രി വർക്ക് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് BDA കേരള എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ സെഷൻ നമ്മൾ ചെയ്യുന്നത്, ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ BDA കേരള എന്ന് പറയുന്ന സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഐക്കണായിട്ട് നിങ്ങൾ BDA കേരള ലോഗോ ആയിട്ടുള്ള BDA കേരള എന്നുള്ള ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ BDA കേരള എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീൻ ഇതുപോലെ ആയിരിക്കും. സൈൻ ഇൻ സ്ക്രീൻ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ഈ സൈൻ ഇൻ സ്ക്രീനിൽ നിങ്ങൾക്ക് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ള 2 സാധനം കൊടുക്കാനുണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ SMS-ലൂടെയോ അയച്ചു തരും. അതിൽ ഈ F എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് യൂസർ നെയിം വരുന്നത്. 6 അക്കങ്ങളുള്ള സംഖ്യയായിരിക്കും മിക്കവാറും യൂസർ നെയിം ഉണ്ടാവുക. ഇത് വളരെ ശ്രദ്ധാപൂർവം ഇതിനകത്ത് ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ തരുന്ന പാസ്വേഡ് നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ SMS-ലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്ന യൂസർ നെയിമിൻ്റെ കൂടെയുള്ള പാസ്വേഡ് വേണം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനൊരു സ്ക്രീനായിരിക്കും ഉണ്ടാവുക. ഇതാണ് നിങ്ങളുടെ BDA കേരള എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ രൂപം. ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ സെഷൻ ഉദ്ദേശിക്കുന്നത് പ്രൊഫൈൽ അപ്ഡേഷനാണ്. നിങ്ങൾ ഇതെല്ലാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ 3 കുത്തുകളുള്ളത് തൊട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെനു അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് നമുക്ക് കാണിക്കുന്നുണ്ടാവും. അതിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്ന മൈ ID എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ യൂസർ നെയിം കൊടുത്തത് അത് തന്നെയാണ് ഇവിടെ ID ആയിട്ട് വരുന്നത്. ഏരിയ ഞാനോട് ഡമ്മിയായിട്ട് ഉണ്ടാക്കിയ കേസാണ്, അതുകൊണ്ട് ഏരിയ പട്ടാമ്പിയായിട്ട് നമ്മൾ കൊടുത്തു. മൈ പ്രൊഫൈൽ, ട്രേഡ് പ്രൊഫൈൽ, ചേഞ്ച് പാസ്വേഡ്, കോൺടാക്റ്റ് അഡ്മിൻ, ചെക്ക് അപ്ഡേറ്റ്, ആപ്പ് വേർഷൻ, റേറ്റ് അവർ ആപ്പ് എന്നുള്ള കേസായിരിക്കും ഉണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ മൈ പ്രൊഫൈലും ട്രേഡ് പ്രൊഫൈലും ചേഞ്ച് പാസ്വേഡുമാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ മൈ പ്രൊഫൈൽ എടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മൈ പ്രൊഫൈൽ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പ്രൊഫൈലിനെ ആഡ് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അനുസരിച്ച് അതിനകത്തുണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണോ അത് നമ്മൾ എൻ്റർ ചെയ്തതിൻ്റെ ശേഷം നമ്മളാണ് അതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ യൂസർ നെയിം എന്നുള്ള സാധനം ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ട്. സോ ആദ്യം നമ്മൾ അത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അടുത്ത സ്ക്രീൻ ഒരു ഫോമാണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ്സ് പ്രൊഫൈൽ എന്നുള്ളതിൻ്റെ കേസുണ്ട്. മീൻസ് ഞാൻ ഡമ്മി ആയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എന്നുള്ള കേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പെന്നിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു.
അപ്പോൾ നമുക്ക് ഫോട്ടോ കാണിക്കും. ഇത് വേണ്ട, നമുക്ക് വേറെ പ്രൊഫൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വാട്സാപ്പിൻ്റെ DP ഒക്കെ മാറ്റുന്ന പോലെ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പെൻ എടുക്കുക, നമ്മുടെ പ്രൊഫൈൽ ഗാലറിയിൽ പോവുക, ഗാലറിയിലാണ് കാണിക്കുന്നുണ്ടാവുക, ഗാലറിയിലേക്ക് പോവുക, വീണ്ടും ഫോട്ടോ നമ്മൾ സാധനം ആഡ് ചെയ്യാം. ഇവിടെ അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, എന്തെങ്കിലും തരത്തിലുള്ള മൊബൈൽ നമ്പർ, ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു മൊബൈൽ നമ്പർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ മെയിൽ ID എന്നുള്ള ഓപ്ഷൻ ചില ആൾക്കാർക്ക്, ഒരുവിധം ആൾക്കാർക്ക് ഇല്ല. സോ അതുകൊണ്ട് ഈ മെയിൽ ID എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നാളെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മെയിൽ ID വഴിയാണ് നിങ്ങൾക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു പാസ്വേഡ് വെക്കാനോ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇമെയിൽ ID നിർബന്ധമായി കൊടുത്തിരിക്കണം. എന്തെങ്കിലും നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID യിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി ചെക്ക് ചെയ്തതിൻ്റെ ശേഷം വെക്കുക. കാരണം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോൺ നമ്പറും അതേപോലെ ഇമെയിൽ ID ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതും. ഇമെയിൽ ID നമ്മൾ നാളെ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമെയിൽ ID നിർബന്ധമായിട്ട് വേണം. ജെൻഡർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്നുള്ള കേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്തി സ്റ്റാറ്റസ് എന്നുള്ള കേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വോളണ്ടിയർ എന്നുള്ളതിൻ്റെ കേസ് എന്താണോ നിങ്ങൾ അതിനനുസരിച്ചുള്ള സെലക്ട് ചെയ്യാം. നോമിനീനെ കുറിച്ച് എഴുതാം. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ IDകളെ കുറിച്ച് എഴുതാം. സോ ഇതൊക്കെയാണ് നിങ്ങൾ ബേസിക്കലായിട്ട് വരുന്നത്. ഇത് പല ആൾക്കാർക്ക് റോൾ ആൻഡ് ബിസിനസ് എന്താണോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫില്ല് ചെയ്തത് അതൊരു നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷനും പല ആൾക്കാരുടെയും ആഡ് ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാരുടെ ആഡ് ചെയ്തിട്ടില്ല. ചില ആൾക്കാരുടെ ഇയർ എന്നുള്ളതിൻ്റെ കേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മാത്രം വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. സോ ഫോട്ടോയോട് കൂടിയിട്ട് നമുക്ക് സംഭവം വന്നു. നമ്മൾ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ആരോ മാർക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോകും, ഹോം പേജിലേക്ക് പോകും. ഹോമിലോട്ട് വന്നു. ഇനി നമ്മൾ ഈ 3 ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രേഡ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ട്രേഡ് പ്രൊഫൈൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ചാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. മറ്റേ നേരത്തെ നമ്മൾ ചെയ്തത് നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ഡീറ്റെയിൽസാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ സെക്ഷൻ. ഇതിൻ്റെ അത് വരുന്നത് ട്രേഡ് ഡീറ്റെയിൽസ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൻ്റെ, നിങ്ങളുടെ ബാറ്ററി ഷോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ, ഡീലേഴ്സിന് ഏതെങ്കിലും ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ ഇവിടെ നമ്മൾ കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈൽ പിക്ചർ വയ്ക്കുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് പ്രൊഫൈൽ പിക്ചർ വയ്ക്കാം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഷോപ്പിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു നമ്പർ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഷോപ്പിൻ്റെ നമ്പർ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് പർട്ടിക്കുലർ നിങ്ങൾക്ക് പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടാവാം, അതേപോലെ തന്നെ ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ടാവാം. ഏതെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം. ഒഫീഷ്യൽ അഡ്രസ്സ്, അതായത് ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ എന്തെല്ലാമാണ് സർവീസുകൾ കൊടുക്കുന്നത് എന്ന കേസാണ് ബിസിനസ് ഡിസ്ക്രിപ്ഷനിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്, ലൊക്കേഷൻ മാപ്പ് നിങ്ങൾ ചെയ്തു വയ്ക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ചെയ്തു വയ്ക്കുക. അതേപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ടോ ഇല്ലേ, അതേപോലെ നിങ്ങൾ ഡീലറാണോ റിറ്റെയിലറാണോ അതേപോലെ തന്നെ ഹോൾസെയിലറാണോ എന്നുള്ള കേസുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രേഡിൻ്റെ ടൈപ്പ് എന്താണ്, ബാറ്ററി ആണോ ഓട്ടോമൊബൈൽസ് ആണോ അതേപോലെ തന്നെ സോളാർ ആണോ ബാറ്ററി ആൻഡ് ഇൻവെർട്ടർ ആണോ എന്നുള്ള കേസ് എല്ലാം ഉണ്ടെങ്കിൽ ഓൺ എന്നുള്ള കേസ് കൊടുക്കുക. എത്ര എംപ്ലോയീസ് എന്നുള്ള കേസും, അതേ ബിസിനസ് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും. അതേപോലെ തന്നെ ഗേറ്റ് വേ URL നിങ്ങൾക്ക് ബേസിക്കലി ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും മീൻസ് ഗേറ്റ് വേ URL ഉദ്ദേശിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് വരുന്ന കേസൊന്നുമല്ല. സോ ട്രേഡ് അഫിലിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ബേസിക്കലി ചെയ്യാം. സോ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ്, ബിസിനസ്സിൻ്റെ ടൈപ്പ് രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ ഏതാണെന്നുള്ളത് നമുക്ക് ചെയ്തു വയ്ക്കുന്ന കേസാണ്. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ടാവും. ഇനി ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും തിരിച്ച് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് വരാം. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ആവശ്യം വരുന്നത്. മൈ പ്രൊഫൈൽ, അതേപോലെ തന്നെ ട്രേഡ് പ്രൊഫൈൽ. ചേഞ്ച് പാസ്വേഡ്, ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള പാസ്വേഡ് ഉണ്ട്, അതിവിടെ നിങ്ങൾ ഓൾഡ് പാസ്വേഡിൻ്റെ ഭാഗത്ത് ഞങ്ങൾ അയച്ചു തരുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ന്യൂ പാസ്വേഡിൻ്റെ അകത്ത് നിങ്ങളുടേതായിട്ടുള്ള പാസ്വേഡ്, പുതിയൊരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
പാസ്വേഡ് ലെങ്ത് മിനിമം 8 ക്യാരക്ടേഴ്സ്, 8 ലെറ്റേഴ്സ് ആയിരിക്കണം നമുക്ക് പാസ്വേഡ് മിനിമം ഉണ്ടായിരിക്കണം. മിനിമം, മാക്സിമം എത്രയെന്നുള്ളതില്ല, മിനിമം 8 ലെറ്റേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതിനകത്ത് ആൽഫ ന്യൂമറിക് ആയിരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരു അക്ഷരങ്ങളും ഒപ്പം തന്നെ നമ്പർ കൂടി ഉപയോഗിക്കണം. നമ്മൾ A to Z വരെയുള്ള ലെറ്റേഴ്സ് വെച്ച് മാത്രമല്ല, നമ്മൾ പേരാണ് എഴുതുന്നതെങ്കിൽ ഇപ്പോൾ ഭാരത് എന്ന് പറഞ്ഞാൽ എഴുതുകയാണെങ്കിൽ BHARATH കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് 87 എന്നുള്ളതിൻ്റെ കേസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പറായിട്ട് ആ നമ്പർ കൂടി കൊടുക്കണം. അങ്ങനെയാണ് ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത്. അപ്പർ ലോവർ, അപ്പോൾ ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആയിരിക്കണം, ബാക്കിയെല്ലാം ലോവർ കേസ് ആയിരിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക്, $, പെർസെൻറ്റേജ്, പവർ, അതുപോലെ തന്നെ സ്റ്റാർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, ആ രീതിയിലായിരിക്കണം പാസ്വേഡ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് സജഷൻ നമുക്ക് തന്നിട്ടുള്ളത്. മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ആൽഫ ന്യൂമറിക് ആയിരിക്കണം, അതായത് ലെറ്റേഴ്സിൻ്റെ കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ കൂടെ നമ്പേഴ്സും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലെറ്റർ അപ്പർ കേസിലാണെങ്കിൽ ബാക്കിയുള്ള ലോവർ കേസിലോ അങ്ങനെ ആയിരിക്കണം. ഒരു ലെറ്ററെങ്കിലും മിനിമം അപ്പർ കേസ് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ ഈ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡായിട്ട് മാറുള്ളൂ. സോ അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എന്നുള്ള സംഭവം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുതിയ പാസ്വേഡ് വേണം ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് അസോസിയേഷൻ്റെ BDA കേരള എന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ട്രേഡ്, മൈ പ്രൊഫൈൽ, ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള 3 കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, താങ്ക് യു.